ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്രീത്തിങ് സപ്പോർട്ട് കൊടുക്കുന്നതാണ് റിസൈസിറ്റേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരാള് വെള്ളത്തിൽ മുങ്ങി തിരിച്ച് ആളെ കരക്കെടുത്തോണ്ട് വന്നു, അത് നോർമൽ കോൺഷ്യസ് ആവുന്നില്ല, അബോധാവസ്ഥയിൽ തന്നെ കിടക്കുവാണെന്ന് വിചാരിച്ചോ, അൺകോൺഷ്യസ് ആയിട്ട് തന്നെ കിടക്കുവാണ്, ബ്രീത്തിങ് ശരിയല്ല എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കാറില്ലേ, അതാണ് റീസൈസൈറ്റേഷൻ എന്ന് പറയുന്നത്. നോർമൽ ബ്രീത്തിങ് ഒന്നും ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് റെസ്പിറേഷൻ, ശ്വാസം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് റീസൈസൈറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്. വൈറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ, ഹാർട്ട് ബീറ്റ്സ്, പൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലങ്സിന്റെ റിതം, ലങ്സ് ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള വൈറ്റൽസ്. പിന്നെ വെയിറ്റ് നോക്കും, കുട്ടിയുടെ ലെങ്ത് നോക്കും, അതെല്ലാമാണ് വൈറ്റൽസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു മിഡിൽ ഏജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് റൊട്ടീൻ ചെക്കപ്പിന് പോകുമ്പോൾ ഫിസിഷ്യനെ കാണാനോ പോവാന്ന് വിചാരിച്ചോ, ഫിസിഷ്യനെ കാണുന്നതിന് മുമ്പ് തന്നെ നേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് നമ്മളൊരു സെഷനിൽ കൊണ്ടുപോയിട്ട് വൈറ്റൽസ് ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ വെയിറ്റ് നോക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ നോക്കും, പിന്നെ അപ്പൊ തന്നെ ജസ്റ്റ് ആ സമയത്തുള്ള ഷുഗർ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അത് ഡോക്ടറുടെ സിസ്റ്റത്തിലേക്ക് അവരത് നോട്ട് ചെയ്ത് വിടും. അപ്പൊ ഡോക്ടർ നമ്മൾ കയറുമ്പോൾ തന്നെ ഡോക്ടർക്ക് ഡിസ്പ്ലേ ആകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് വൈറ്റൽസ് പറയുന്നത്. പ്രധാനപ്പെട്ട ആ ഒരു മെഷേഴ്സ് ഒക്കെ എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നു. കുട്ടിയുടെയും അതെല്ലാം നോക്കണം. പിന്നെ ആ ഒരു ബർത്ത് ടൈമിൽ തന്നെ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അത് ഏത് ടൈമിലാണെന്നുള്ള രീതിയിൽ അവരെ അത് പാരന്റ്സിനെ റിമൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സിസ്റ്റർ അത് നോട്ട് ചെയ്യുകയോ ചെയ്യും, നഴ്സുമാർ. പിന്നെ എന്തെങ്കിലും ഇറഗുലാരിറ്റി, ഇൻബോൺ ആയിട്ട് എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടോ, ചില കുട്ടികളുടെ ഹാർട്ടിന്റെ സൈസ് കുറവെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി ഇങ്ങനെ പറയുമല്ലോ, ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലമോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ, നമ്മളുടെ ചെറുകുടൽ, വൻകുടൽ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിഫോമിറ്റി, എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടോ, അങ്ങനെയെല്ലാം ഉള്ളത് ചെക്ക് ചെയ്യും. പിന്നെ ഫീഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യും. തുടങ്ങി കുട്ടി ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്, കുട്ടി അമ്മയുടെ പാല് കുടിച്ചു തുടങ്ങുവാണ്. ഫസ്റ്റ് കൊളസ്ട്രം എന്നുള്ളത് പണ്ടത്തെ കാലത്തൊക്കെ അതന്നെ ഞെക്കി പിഴിഞ്ഞ് കളയുമായിരുന്നു. ഇപ്പൊ അത് വളരെ ന്യൂട്രിയൻസ് ഉള്ളതാന്ന് പറഞ്ഞ് ആദ്യം തന്നെ കൊളസ്ട്രം കുട്ടിയെ ഫീഡ് ചെയ്ത് കൊടുക്കും. പിന്നെ കുട്ടി കറക്റ്റ് പാല് കുടിക്കാനായിട്ട് അതിന്റെ ലിപ്സ് ഒക്കെ അങ്ങനെ കറക്റ്റായി അങ്ങനെ അത് പാല് കുടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, ഹൈ റിസ്ക് ന്യൂബോൺ ആണെങ്കിൽ വേണ്ടുന്ന കെയർ കൊടുക്കുക. ലുക്ക് ഇൻ ടു ഓഫ് ഹൈ റിസ്ക് ന്യൂബോൺ. ചില കുട്ടികൾ കണ്ടില്ല, ജനിച്ച ഉടനെ തന്നെ ഹാർട്ട് ഇഷ്യൂ ആണെങ്കിൽ അവരെ സർജറി ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള അതിലേക്ക് മാറ്റാറുണ്ടല്ലോ. റെഫറൻസ് സർവീസ്, ആ ഒരു ഹോസ്പിറ്റലിന് ഫെസിലിറ്റി പോരാ, അങ്ങനെയുള്ള ഒരു റിസ്കോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അവര് റെഫർ ചെയ്യുന്നു, വേറെ സർവീസിലേക്ക് റെഫർ ചെയ്യുന്നു. അപ്പൊ ആ ഒരു എന്താ പറയാ, ഡെലിവറി യൂണിറ്റിന് പീഡിയാട്രീഷ്യൻ ഉണ്ടാകും, ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാകും, പിന്നെ അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ട്, പേഷ്യന്റിന് അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ഈ സിസേറിയൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അനസ്തറ്റിസ്റ്റ് ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ ഹാർട്ടിന്റെ റിലേറ്റഡ് ഡോക്ടേഴ്സിനെയും ചിലപ്പോൾ അവിടെ വെക്കാറുണ്ട്. എന്നിട്ട് ബാക്കി സ്റ്റാഫുകൾ, നേഴ്സും അതുപോലെ തന്നെ അവരെ അസിസ്റ്റ് ചെയ്യുന്നവരും എല്ലാം കാണും. അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ന്യൂബോൺ ഇറഗുലാരിറ്റീസ് ആയിട്ടാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം. എന്താ പറയുന്നത്, പണ്ട് തുടങ്ങിയ ആൾക്കാർ പറയുള്ളൂ ജനിച്ച ഉടനെ തന്നെ കുട്ടി കരയണം, കരഞ്ഞില്ലെങ്കിൽ എന്തോ പ്രോബ്ലം ആണ്, ആ ഒരു രീതിയിൽ പറയാറുണ്ടല്ലോ. പിന്നെ കുട്ടിയുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. നമുക്ക് തോന്നുന്നു ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എങ്ങനെയാ ഇവര് മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓർഗൻസിന്റെ ഏത് പൊസിഷനിലാണെന്നുള്ളത് അവർക്കറിയില്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. എനിക്ക് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ചാൽ, ഹസ്ബൻഡ് കഴിഞ്ഞ ഒരു 2-3 വീക്സ് മുമ്പ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അത് ഒരു സ്മോൾ ഇൻഡസ്ട്രിയിൽ ഒരു ഇൻഫെക്ഷൻ ആയിട്ടായിരുന്നു. ഇതിനിടയ്ക്ക് വയറുവേദന വരും, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഈ ഗ്യാസ്ട്രോ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ വന്നിട്ട് വയറിലിങ്ങനെ ടച്ച്, ഇപ്പൊ എല്ലാം ക്ലിയർ ആണല്ലോ, ആ ഒരു ടച്ചിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി. അപ്പൊ അതാണ് കുട്ടി ജനിക്കുമ്പോ തന്നെ ഡോക്ടേഴ്സ് കുട്ടിയുടെ പല ഭാഗങ്ങളിലും ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് അത് നല്ലപോലെ ക്ലിയർ ആവും. പിന്നെ വിഷൻ, കേൾവി, അങ്ങനെ അതൊക്കെ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആവും. ഇതാണ് ന്യൂബോൺ കെയറിൽ വരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ന്യൂബോൺ കെയറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്സ് പറയുന്നത്. പ്രോപ്പർ ന്യൂബോൺ കെയറിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം.
ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബോഡി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. കുട്ടിയെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ, അതായത് ഇപ്പം നേഴ്സാണ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആണ് അവരാണെങ്കിൽ നല്ലതുപോലെ കൈ നല്ലപോലെ വൃത്തിയാക്കണം, വാഷ് ഹാൻഡ്സ്. പിന്നെ കുട്ടിയെ അമ്മയുടെ അടുത്തേക്ക്, അതായത് ഇതെല്ലാം കഴിഞ്ഞ് കുട്ടിയുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അമ്മയുടെ കൂടെ റൂമിലേക്ക് മാറ്റണം. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. കീപ് ദ ബേബി വാം. നമ്മൾ മമ്മിഫ എന്ന് പറഞ്ഞിട്ട് ചെയ്യില്ലേ, ടവൽസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഷേപ്പിലുള്ള ടവലും കിട്ടും, ഇങ്ങനെ തലയിൽ ഇങ്ങനെ വന്നിട്ട് ഇത്രയും ഭാഗം ഇങ്ങനെ മൂടി മൂടി കൈയും കാലും എല്ലാം മൂടി വെക്കും അല്ലെ. കാരണം അമ്മയുടെ വൂമ്പിൽ കിടന്നപ്പോഴുള്ള ടെമ്പറേച്ചർ അല്ല കുട്ടി പുറത്തേക്ക് വരുമ്പോൾ. അപ്പൊ കുട്ടിയെ പതുക്കെ പതുക്കെയാണ് അത് നോർമൽ ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റഡ് ആവുള്ളൂ. അല്ലെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേഷൻസും റാഷസും ഒക്കെ വരും. അപ്പൊ കുട്ടിയെ ഇങ്ങനെ എപ്പോഴും വാം ആക്കി തന്നെ വെക്കും, ഇങ്ങനെ മൂടി വാം ആക്കി വെക്കും. പിന്നെ മോസ്കിറ്റോ ബൈറ്റ് അങ്ങനെയൊക്കെ നോക്കി കെയർ ചെയ്യുക. പിന്നെ എക്സ്ട്രാ എന്നാണ് ഇവിടെ കാണുന്നത്. എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദി ടെമ്പറേച്ചർ ഇൻ പ്രീ ടേം ആൻഡ് LBW ബേബി. LBW എന്ന് പറഞ്ഞാൽ ലോ ബർത്ത് വെയിറ്റ്, അതായത് പ്രിമച്വർ, പ്രീ ടേം എന്ന് പറഞ്ഞാൽ പ്രിമച്വർ ബേബീസും അതുപോലെ തന്നെ വെയിറ്റ് കുറവായിട്ട് ജനിക്കുന്ന കുട്ടികൾ, അവർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കണം. കാരണം അവരുടെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. LBW ലോ ബർത്ത് വെയിറ്റ്, അതായത് ഇപ്പൊ 9 months ആയിട്ടും കുട്ടി ജനിച്ചപ്പോൾ വെയിറ്റ് വളരെ കുറവായിരുന്നു, നോർമൽ വെയിറ്റിനേക്കാൾ കുറവാണ്. അല്ലെങ്കിൽ പ്രിമച്വർ ആയിട്ട് മാസം തികയാതെ പ്രസവിക്കുന്നൊക്കെ പറയില്ലേ, പ്രിമച്വർ ആയിട്ട് ജനിക്കുമ്പോഴും ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. നോർമൽ ടെമ്പറേച്ചറുമായിട്ട് അവർ അഡ്ജസ്റ്റഡ് ആകാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. കാരണം കുട്ടിക്ക് ഹെൽത്ത് വളരെ കുറവായിരിക്കും, ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളിൽ എക്സ്ട്രാ കെയർ എടുക്കേണ്ടതാണ്. പിന്നെ അംബ്ലിക്കൽ കോഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള കണക്ഷൻ അതായിരുന്നല്ലോ, അപ്പൊ കട്ട് ചെയ്യുമ്പോഴേക്കും കുട്ടിയുടെ പൊക്കിൾ പൊടി അത് എപ്പോഴും ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ടും വയ്ക്കാൻ നോക്കണം. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോ തന്നെ നഴ്സുമാർ വന്ന് അത് ക്ലീൻ ചെയ്ത് അത് നല്ലപോലെ ഡ്രൈ ആക്കി വെക്കാറുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മളത് കെയർ ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. ദ കെയർ പ്രൊവൈഡർ ഷുഡ് perceive the newborn at given intervals after delivery. ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നഴ്സുമാരും എല്ലാവരും ഉണ്ടാവും. പിന്നെ അത് കൂടാതെ അമ്മയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുന്നത് ആരാണ്, ആ കെയർ പ്രൊവൈഡർ. അവര് കറക്റ്റ് ഇന്റർവെല്ലില് ന്യൂബോൺ ബേബിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഫീഡ് ചെയ്യുവാണെങ്കിൽ ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡയപ്പർ മാറ്റണമെങ്കിൽ ഡയപ്പർ മാറ്റണം, കുട്ടി ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ കുട്ടിയുടെ ആ ഒരു ഏജിൽ റിലേറ്റഡ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം കറക്റ്റ് ഇന്റർവെല്ലിൽ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണല്ലേ. ഇത്രയും കാര്യങ്ങൾ സംശയമൊന്നുമില്ലല്ലോ. ന്യൂ ബോൺ കെയർ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓൾമോസ്റ്റ് അമ്മമാർക്കെല്ലാം അറിയായിരിക്കും. അത് ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവരും ഉണ്ടാകും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും കുട്ടികളെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടുള്ളവരും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. അങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം പ്രോട്ടോകോൾസ്, എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഈ ലേബർ റൂമിലേക്ക് കയറുന്നതിന്. അത് ഇതൊരു ബഫർ സോൺ ആയിട്ടാണ്, അതായത് എപ്പോഴും എല്ലാവർക്കും കയറി ഇറങ്ങാവുന്ന സ്ഥലമായിട്ടല്ല. പിന്നെ നമ്മൾ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് റിമൂവ് ചെയ്യണം, മാസ്ക് ഇടണം, ക്യാപ്പ് ഇടണം ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി ലേബർ റൂം. ലേബർ റൂമിൽ ഇപ്പൊ ചില സമയത്ത് ലൈഫ് പാർട്ട്ണറെയും കൂടെ ലേബർ റൂമിലേക്ക് കയറ്റുമെന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ ആളെ കയറ്റുകയാണെങ്കിൽ തന്നെയും ഇതുപോലെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഗൗണും മാസ്കും പിന്നെ ചെരുപ്പൊക്കെ മാറ്റി അവരുടെ ഒരു സ്റ്റെറിലൈസ്ഡ് ഡിസ്പോസിബിൾ ഒരു ഷൂ ഉണ്ട് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലുള്ളത്, അത് ഇടിയിച്ച് അങ്ങനെ ഓരോ ഹോസ്പിറ്റലുകളിലും അവരുടെ പ്രോട്ടോകോൾസ് അനുസരിച്ചുള്ള രീതികൾ. ചിലർ സമ്മതിക്കില്ല കേട്ടാൽ, ചിലർക്ക് അതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ഫോറിൻ കൺട്രീസിലൊക്കെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്റെ ഡെലിവറിയുടെ സമയത്ത് ഹസ്ബൻഡ് ചോദിച്ചു, പക്ഷെ അവര് സമ്മതിച്ചില്ലായിരുന്നു. എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി പെർമിറ്റഡ് ഓൺലി ടു ദ പ്രഗ്നന്റ് വുമൺ. ശരിക്കും പ്രഗ്നന്റ് വുമണിനാണ് പെർമിഷൻ ഉള്ളത്. ഹെർ ബർത്ത് പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർക്ക് ഉണ്ടാകും. പിന്നെ ഡോക്ടർ, നഴ്സ്, ANM, ഈ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി എന്നുള്ളത്, അസിസ്റ്റന്റ് നഴ്സുമാര്, അവർ ഡ്യൂട്ടിയിലുള്ള അവര്, അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റാഫ്, പിന്നെ ക്ലീനിങ് സ്റ്റാഫ്. അവരെല്ലാം ഈ ക്ലീനിങ് സ്റ്റാഫിന് പീരിയോഡിക് ആയിട്ടായിരിക്കും എൻട്രി. ക്ലീൻ ചെയ്യുന്ന ടൈമില് ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്ങിന് അവർ കയറണം, ഒരു ഡെലിവറിക്ക് മുമ്പ്
ആ റൂം പ്രിപ്പയർ ചെയ്ത് വെക്കണം, ക്ലീൻ ചെയ്ത്. അപ്പൊ പ്രഗ്നന്റ് വുമൺ, ആളുടെ ലൈഫ് പാർട്ട്ണർ, റിലേറ്റഡ് ഡോക്ടേഴ്സ്, നഴ്സ്, പിന്നെ നഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവര്, പിന്നെ അതർ സപ്പോർട്ട് സ്റ്റാഫ്, ഇവരൊക്കെയാണ് ഈ ലേബർ റൂമിൽ എൻട്രി ഉള്ളത്. Before getting into the room, slippers, cap and mask should be worn by all visitors, including the companion. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. നമ്മൾ നോർമലി പുറത്തൊക്കെ ഇടുന്ന ചെരുപ്പൊന്നും ആയിരിക്കരുത്, അവിടെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ലിപ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ക്യാപ്പ്, മുടി ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ക്യാപ്പ് ഇടണം. പിന്നെ മാസ്ക്, അങ്ങനെയെല്ലാം. ചിലർക്ക് ഗൗൺ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയെല്ലാം വിസിറ്റേഴ്സ്, ഹസ്ബൻഡ് ഉൾപ്പെടെ ഉള്ള എല്ലാ ആളുകളും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കണം റൂമിലേക്ക് കയറുമ്പോൾ. എനി വിസിറ്റ്സ് ഓഫ് പീപ്പിൾ അതർ ദാൻ ഓൺ ഡ്യൂട്ടി സ്റ്റാഫ്, pregnant woman and birth companion to the labor room should be short and timed to the task. വേറെ ഏതെങ്കിലും ആളുകൾക്ക്, അതായത് അതർ ദാൻ ഡ്യൂട്ടി സ്റ്റാഫ്, പ്രഗ്നന്റ് വുമൺ, ആളുടെ ഹസ്ബൻഡ്, അതുപോലെ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫ്, ഇവരല്ലാതെ വേറെ ആളുകളുടെ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിലായിരിക്കും അത് റെസ്ട്രിക്ട് ചെയ്യും. അത് എന്തെങ്കിലും ക്ലീനിങ് പർപ്പസോ, അതായത് അവിടുത്തെ എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് മാത്രം, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചു, അപ്പൊ അത് കറക്റ്റ് ചെയ്യാനുള്ള ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ പ്ലംബിങ്ങിൽ എന്തെങ്കിലും, അങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റാഫിന് ആ ഒരു ഷോർട്ട് ടൈമിൽ ആ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ പെർമിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ, അവർക്ക് ആർക്കൊക്കെ കയറാം. ഷോർട്ട് ടൈമിൽ കയറുന്നവരാരാണ്, അവരെന്തുകൊണ്ടാണ് ഷോർട്ട് ടൈമിൽ കയറുന്നത്, അവരുടെ പർപ്പസ്, പിന്നെ അവർ കയറുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മളുടെ അറ്റയർ, നമ്മൾ എന്തൊക്കെ വെയർ ചെയ്യണം, ലൈക്ക് നമ്മള് പുറത്തിടുന്ന ചെരുപ്പൊന്നും ഇട്ടകത്ത് കയറാൻ പാടില്ല, അവിടെ പ്രത്യേകം വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ടൈപ്പ് ഒരു കവർ ചെയ്യുന്ന ഒരു ഷൂ പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് വേണമെങ്കിൽ ഇടിക്കും. അങ്ങനെ ആ രീതിയിലൊക്കെ ഫുൾ കവർ ചെയ്ത്, മുടിയെല്ലാം കവർ ചെയ്ത്, മുടിയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും. ഇതൊക്കെ ക്ലിയർ അല്ലേ, ഈസി അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു ക്ലിയർ ആണ്. ഇടയ്ക്കിടയ്ക്ക് സ്ലൈഡ് പോകുന്നുണ്ട്, സ്ലൈഡ് കാണാൻ ഇടയ്ക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇടയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട്. ഇതിങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഞാൻ വീട്ടിലിരുന്നാണ് എടുക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറയാം, നീ ഇവിടുത്തെ പ്രശ്നമാണെങ്കിൽ. ഇല്ല, എല്ലാവർക്കും അങ്ങനെ ഇടയ്ക്ക് മീൻസ് കാണാതിരിക്കുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട് മിസ്. ഇപ്പൊ മിസ്സിനെയും കാണാം, സ്ലൈഡും കാണാം. ഇടയ്ക്ക് ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോവാ വരിക, അങ്ങനെയായിരുന്നു. പിന്നെ കേൾക്കുന്നുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യും, ഈ പിള്ളേരുള്ളതാണ്, ഇവരെല്ലാം വൈഫൈ അങ്ങ് ഷെയർ ചെയ്യുമല്ലേ, അപ്പം അത്ര റിസപ്ഷന്റെ പ്രശ്നമായിരിക്കും. ഞാനൊന്ന് അതിനോടൊന്ന് പറയട്ടെ കേട്ടോ. നെക്സ്റ്റ്, മെയിൽ സ്റ്റാഫ് എൻട്രി. ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും പ്രൈവസി നമുക്ക് കിട്ടേണ്ട ഒരു സ്ഥലമാണ്. ലേഡീസിന്റെ ഒരു എന്താ പറയാ, അവരുടെ ഒരു പ്രിവിലേജ് ഉള്ള ഒരു സ്ഥലം ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ടുള്ള മെയിൽ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എൻട്രി അതങ്ങ് റെസ്ട്രിക്ട് ചെയ്യുക. റെസ്ട്രിക്ട് ചെയ്യാന്നൊന്നും അങ്ങനെയല്ല, അങ്ങനെ വരേണ്ട മെയിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ കൂടി, ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലാത്ത സ്റ്റാഫ് ആണെങ്കിലും ഈ പറയുന്നത് അവര് ആ ഒരു റെസ്പെക്ട് ഈ ഒരു പേഷ്യൻസിന്, മീൻസ് ഈ ലേഡീസിന് കൊടുക്കണം എന്നുള്ള രീതിയിൽ മെയിൽ സ്റ്റാഫ് എൻട്രി ഷുഡ് ബി കൺഫൈൻഡ്, ഒരു ലിമിറ്റഡ് ആയിരിക്കണം. ഓൺലി ടു ദോസ് ഹു ആർ ഓൺ ഡ്യൂട്ടിയിലുള്ളവർ ഓർ ഹാവ് ബീൻ കോൾഡ് ഫോർ എനി ആക്സസറീസ് ആൻഡ് ഫിറ്റിംഗ്സ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പ്ലംബിംഗ് വർക്കോ ഇലക്ട്രിക്കൽ വർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും മെഡിക്കൽ എക്യുപ്മെന്റ് പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ, അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ, കാരണം അവരുടെ എൻട്രി ലിമിറ്റഡ് തന്നെയാണ്, ഡ്യൂട്ടിയിലുള്ളവർക്ക് മാത്രം. ദേ ഷുഡ് ബി ഹംബിൾ ആൻഡ് ഗ്രേഷ്യസ് ടു ദി ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി ഓഫ് ദി വുമൺ. ഈ വരുന്ന ലേഡി, പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറിക്ക് വേണ്ടി റെഡിയായി വരുന്ന ലേഡിയോട് വളരെ ഹംബിൾ ആയിരിക്കണം അവര്. അതുപോലെ തന്നെ അവരോട് വളരെ റെസ്പെക്റ്റോട് കൂടി വേണം പെരുമാറാൻ. എനിക്ക് സിസേറിയൻ ആയിരുന്നു, അനസ്തീഷ്യ തന്നത് ഒരു മെയിൽ സ്റ്റാഫായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും അവരുടെ ഒരു ഗൗൺ ഇട്ടിരിക്കുക, ആ ഗൗൺ ഇട്ടിട്ട്
നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് ബാക്കിലാണല്ലോ ഇത് ഇഞ്ചക്ട് ചെയ്യുന്നത്. അയാൾ തന്നെത്താൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ആള് തന്നെ ഡോക്ടറെ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയെ റെഡിയാക്കി കൊടുക്കും. ശരിക്കും നമുക്ക് ആദ്യം അയാൾ കയറി വന്നപ്പോ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ നമ്മളെ അപ്രോച്ച് ചെയ്ത് ഈ ഒരു പ്രൊസീജിയർ ചെയ്തപ്പോ നമുക്ക് ഒരു ഫീലും തോന്നിയില്ല. കാരണം നമ്മളെ ടച്ച് ചെയ്യുന്നതും നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ വളരെ ഹംബിൾ ആയിട്ടാണ്. നമ്മുടെ ഡ്രസ്സൊക്കെ സ്ഥാനം തെറ്റാതെ വളരെ സൂക്ഷിച്ചാണ് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് അയാൾ ഇങ്ങനെ ബെൻഡ് ചെയ്തത്. ഓക്കെ, അനസ്തറ്റിസ്റ്റും ഒരു മാൻ ആയിരുന്നു. അവിടെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിഗ്നിറ്റിയോട് കൂടി പെരുമാറണം, റെസ്പെക്റ്റോട് കൂടി പെരുമാറണം, ഹംബിൾ ആയിരിക്കണം അവരുടെ പെരുമാറ്റം. ഇതെല്ലാമാണ് പറയുന്നത്. ഓക്കെ, ഇനി ലേബർ റൂമിൽ വർക്ക് ചെയ്യേണ്ടതിന്റെ പ്രോട്ടോകോൾസ്. ഓൾ ദ സ്റ്റാഫ് മസ്റ്റ് വിയർ പേഴ്സണൽ പ്രൊട്ടക്ടേഴ്സ്. അപ്പം ഇപ്പൊ കുറെ കോവിഡിന് ശേഷം കുറെ കൂടെ അതിൽ ശ്രദ്ധ വരുന്നുണ്ട്. PPE കിറ്റ് അല്ലെങ്കിൽ ഗ്ലൗസ്, ഈവൻ നമുക്കൊരു ഇഞ്ചക്ഷൻ തരുമ്പോഴോ നമ്മുടെ ബ്ലഡ് എടുക്കുമ്പോഴോ വരെയും സ്റ്റാഫുകൾ ഈ ഗ്ലൗസ് ഇടാറുണ്ട്. രണ്ടുപേരുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണത്. അവർക്കും ഇൻഫെക്ഷൻ ആവരുത്, എന്തെങ്കിലും രീതിയിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ബോഡിയിലേക്കും പോകരുത്. അപ്പൊ ഇപ്പൊ ഡെലിവറി പെർഫോം ചെയ്യുന്ന സമയത്തും എല്ലാ സമയങ്ങളിലും അവർ ഇതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. പിന്നെ ക്യാപ്പ് യൂസ് ചെയ്യണം, മാസ്ക്, ഇതെല്ലാം അവർ യൂസ് ചെയ്യേണ്ടതാണ്. ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസ് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസ് ശരിക്കും ലേബർ റൂമിൽ ഏറ്റവും അധികം ആവശ്യമുള്ളത്. കാരണം എന്താ വെച്ചാൽ നോർമൽ ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ ഡിയാൻസി എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ് ചെയ്യില്ലേ, ഒരു പ്രൊസീജിയർ ചെയ്യില്ലേ, അപ്പൊ ശരിക്കും യൂട്രസ് ക്ലീൻ ചെയ്യാൻ ഡോക്ടർ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ്, ഡോക്ടറുടെ കൈ വെച്ച് തന്നെയാണ് കോട്ടൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ഒരു പാത്രത്തിന്റെ അകം തുടച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ് ഒരു പാത്രമാണെങ്കിൽ അകത്തുനിന്ന് ബ്ലഡിന്റെ എല്ലാ പാർട്സും തുടച്ച് പുറത്തേക്ക് അവരെടുക്കും. അതിനിപ്പോ ഗ്ലൗസ് കുറേ വേണം. ഗ്ലൗവിൽ ആദ്യമൊക്കെ നല്ലപോലെ ബ്ലഡ് പറ്റും, അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. 40-45 നമ്പർ ഗ്ലൗസ് ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ബ്ലീഡിങ് കുറെ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസ് യൂസ് ചെയ്യണം. ആക്യുറേറ്റ് ആയിട്ട് ഹാൻഡ് വാഷിങ്, നല്ല രീതിയിൽ തന്നെ ഹാൻഡ് വാഷിങ് വേണം. നമുക്കറിയാം അവിടെ സ്ക്രബ് സ്റ്റേഷൻ ഉണ്ട്, വലിയൊരു സിങ്ക് ഉണ്ടാവും, നല്ല നീളവും വീതിയും നല്ലപോലെ വെള്ളം കിട്ടുന്ന രീതിയിൽ ടാപ്പും ഉള്ള ഒരു വലിയ സിങ്ക് ഉണ്ടായിരിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷിങ് ചെയ്യേണ്ടതായിട്ടായിരിക്കും ഈ ഡെലിവറി സമയത്ത് എക്സാമിൻ ചെയ്യുമ്പോൾ. പിന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അമ്മയും കുഞ്ഞും ഉണ്ട്. കുഞ്ഞ് നോർമൽ ടെമ്പറേച്ചറും നോർമൽ ആയിട്ടുള്ള എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ കുറെ സമയം എടുക്കും. കുട്ടിക്ക് ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻ കുട്ടിക്കും വരരുത് അമ്മയ്ക്കും വരരുത് എന്നുള്ള രീതിയിലാണ് അവിടെ എല്ലാം അവിടുത്തെ പ്രോട്ടോകോൾസ്, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഡിസ്പോസിബിൾ ഐറ്റംസ് എല്ലാം അതിന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ സോർട്ട് ചെയ്ത് വെക്കണം. പിന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളത് അങ്ങനെ, അല്ലാതെ ഡിസ്പോസ് ചെയ്യേണ്ടത് അങ്ങനെ, ആ രീതിയിലൊക്കെ മാറ്റും. നമ്മളിപ്പോ ഇനി വേസ്റ്റ് മാനേജ്മെന്റിന്റെ ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും. പിന്നെ അവിടെ ഒരു പോസ്റ്റർ, എന്തെല്ലാം ടെക്നിക്സ് ആണ് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വേണ്ടിയിട്ട്, പ്രോട്ടോകോൾസിന് വേണ്ടിയിട്ട് എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കണം, ആ രീതിയിലൊരു പോസ്റ്റർ. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് അതിന്റെ കൊടുക്കാം. അങ്ങനെ ഡെലിവറി സമയത്ത് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം എക്യുപ്മെന്റ്സ് വെയർ ചെയ്യണം, അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് വരുന്ന പോസ്റ്റേഴ്സ് അവിടെ വാളിന് മൗണ്ട് ചെയ്ത് വെക്കാം. പിന്നെ കളർ കോഡഡ് ബിൻസ്, നമുക്ക് അറിയാം റെഡ് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, ബ്ലാക്ക് കളറിലുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള കളറിൽ വേസ്റ്റ് ഇടാനുള്ള ബിൻ ഉണ്ടാവും. ചിലതില് ഷാർപ്പ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും, അതായത് സിറിഞ്ച്, യൂസ്ഡ് സിറിഞ്ച്, പിന്നെ ബ്ലേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലരിൽ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബോഡി ടിഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും, കാരണം ഡെലിവറി നടക്കുമ്പോൾ കുറെ ബ്ലഡ് ലോസ് അങ്ങനെ വരുമല്ലോ, അങ്ങനെ അല്ലാതെ കുറെ ഫ്ലൂയിഡും ഒക്കെ പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ളതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത്. പിന്നെ തുടയ്ക്കുന്ന കോട്ടൺ, ഗ്ലൗസ്, അങ്ങനെ ഓരോന്നിനും ഓരോ പിന്നെ പ്രത്യേകം വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് ഓരോ കളർ ഉണ്ട്, ഓരോ കളറും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ, വീഡിയോ ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? പിന്നെ ലേബർ റൂമില് എന്തെല്ലാം, ലേബർ റൂമിലെ ക്വാളിറ്റി ഓഫ് കെയർ, അതിന് സൂപ്പർവിഷൻ, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി പല ഹോസ്പിറ്റലിന്റെ പല സെഷൻസ് പറഞ്ഞപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, അങ്ങനെ അത്
അതിന്റെ കൺട്രോൾ, അതിന്റെ ഇൻചാർജ് ആർക്കൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഒരു നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാകണം. അപ്പം ഇത് സൂപ്പർവൈസർ വന്ന് ചെക്ക് ചെയ്യും ലേബർ റൂം, അവിടെ എല്ലാം ക്ലീൻ ആയിട്ടാണോ നടക്കുന്നത്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഉണ്ടോ, സ്ക്രബ് സ്റ്റേഷനിൽ ആവശ്യത്തിന് സാനിറ്റൈസറോ സോപ്പ് ലിക്വിഡോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ നോക്കുന്നു, ആവശ്യത്തിന് ഗ്ലൗസ്, അങ്ങനെ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്, അങ്ങനെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും റിവാലുവേഷൻ. ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ആൻഡ് സൈൻ ബൈ ദി സൂപ്പർവൈസർ. ആ ലേബർ റൂം വിസിറ്റ് ചെയ്യുന്ന സൂപ്പർവൈസർ ഇതെല്ലാം നോക്കി, ഇവര് ഓരോ പ്രാവശ്യവും ചെക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സൂപ്പർവൈസർ അത് നോക്കി ചെക്ക് ചെയ്ത് അത് സൈൻ ചെയ്യും. The facility in charge should visit labor room twice during each week. ഓരോ ആഴ്ച ഇതിന്റെ ഫെസിലിറ്റി ഇൻചാർജ് ആയിട്ടുള്ള ആള് ലേബർ റൂം 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യണം ഒരു ആഴ്ചയിൽ. OBG ആൻഡ് MU. OBG എന്ന് പറഞ്ഞാൽ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പറയുന്നത് OBG ആൻഡ് MU. മിഡ്വൈഫറി യൂണിറ്റ് ആണ് MU. പണ്ട് മിഡ്വൈഫറി എന്നാണല്ലോ അറിയപ്പെട്ടിരുന്നത് ഈ ലേബർ ഡെലിവറി റിലേറ്റഡ് കാര്യങ്ങൾക്ക്. അത് ഹാൻഡിൽ ചെയ്യുന്നവരെ മിഡ്വൈഫ്, നേഴ്സിന് പകരം മിഡ്വൈഫ് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. MU എന്ന് പറഞ്ഞാൽ മിഡ്വൈഫറി യൂണിറ്റ്. മറ്റത് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ആണ് OBG എന്ന് പറയുന്നത്. അതിന്റെ ഇൻചാർജ് ഓഫ് ദ ലേബർ റൂം ഈസ് റിക്വയർഡ് വിസിറ്റ് ദ ലേബർ റൂം ട്വൈസ് എവറി ഡേ. അതിന്റെ അതായത് ആ ഒരു ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മിഡ്വൈഫറി യൂണിറ്റ്, ആ ഒരു യൂണിറ്റിന്റെ ചാർജ് ആയിട്ടുള്ള ഒരാള് ലേബർ റൂം ദിവസം 2 പ്രാവശ്യം വിസിറ്റ് ചെയ്യണം. OBG ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, പിന്നെ MU മിഡ്വൈഫറി യൂണിറ്റ്. പണ്ട് മിഡ്വൈഫറി യൂണിറ്റ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ഇപ്പൊ OBG എന്ന് പറയുന്നത്. അതിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ആള് ദിവസം 2 പ്രാവശ്യം ലേബർ റൂം വിസിറ്റ് ചെയ്യണം. അത് കൂടാതെ പെട്ടെന്നൊരു എമർജൻസി കേസസ് ഒക്കെ ആണെങ്കിൽ ആളുടെ ആവശ്യം അവിടെ ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തിരിക്കണം. ദ നഴ്സിംഗ് സൂപ്പർവൈസർ ഓർ നഴ്സ് ഇൻചാർജ് ഷുഡ് വിസിറ്റ് അറ്റ്ലീസ്റ്റ് വൺസ്. വായിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. ഏതാ സ്ലൈഡ് കാണുന്നില്ലേ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ മിസ് വായിക്കുന്നതല്ല ഇതിൽ കാണുന്നത്. ആണോ? ഞാനത് സ്ക്രോൾ ചെയ്യാൻ മറന്നു പോയതാണേ, സോറി. ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം. ഞാൻ സ്ക്രോൾ ചെയ്യാൻ വിട്ടുപോയി, ഞാനങ്ങ് വായിച്ചു പോയി. അത്രയും ഇത് നോക്കി വായിക്കാം. അപ്പൊ പിന്നെ ഞാൻ ശ്രദ്ധിക്കും. ഇപ്പൊ എന്റെ കയ്യിലുള്ള നോട്ട്സ് നോക്കിയിട്ടാ വായിച്ചത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അവിടെ ഒരു നീറ്റ്നെസിന്റെ, അവിടെ ക്ലെൻലിനെസ്, ഹൈജീൻ ആയിരിക്കുന്നതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും. സൂപ്പർവൈസർ വന്നിട്ട് ആ ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് അതിനനുസരിച്ചാണോ അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിരിക്കുന്നത്, ഹൈജീൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത് സൈൻ ചെയ്തിട്ട് ലേബർ റൂം വിസിറ്റ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ലേബർ റൂമിന്റെ ഫെസിലിറ്റി ഇൻചാർജ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരിക്കും. അത് ആഴ്ചയിൽ 2 ദിവസം അവിടെ വിസിറ്റ് ചെയ്യണം. ലേബർ റൂമിന്റെ ഫെസിലിറ്റി ഇൻചാർജ് ഉണ്ട്. സൂപ്പർവൈസർ വന്ന് ചെക്ക് ലിസ്റ്റ് ഒക്കെ സൈൻ ചെയ്ത് പോകും. ഫെസിലിറ്റി ഇൻചാർജ് ആഴ്ചയിൽ 2 ദിവസം വരും. പിന്നെ OBG ഓർ MU എന്ന് കാണാം. OBG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. പണ്ടത്തെ കാലത്ത് അതിന് മിഡ്വൈഫ് യൂണിറ്റ് എന്നാണ്, മിഡ്വൈഫറി യൂണിറ്റ് എന്നാണ് പറയുന്നത്. മിഡ്വൈഫ് എന്നാണ് ഈ ഡെലിവറി എടുക്കുന്ന നേഴ്സിനെ പറയുന്നത്, മിഡ്വൈഫ് എന്നൊക്കെ പറയും. OBG ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, MU മിഡ്വൈഫറി യൂണിറ്റ്. ലേബർ റൂമിന്റെ ഇൻചാർജ് അവരാണ്. അവരെ ലേബർ റൂം ദിവസം 2 പ്രാവശ്യം വിസിറ്റ് ചെയ്യും. അതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം, എമർജൻസി സിറ്റുവേഷനിൽ അവർക്ക് വിസിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അവർ വിസിറ്റ് ചെയ്യും. പിന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സ്, അതിന് ഇൻചാർജ് ആയിട്ടുള്ളവര് ഓരോ ഷിഫ്റ്റിലും, അവരുടെ ഷിഫ്റ്റില് അറ്റ്ലീസ്റ്റ് വൺസ്, അപ്പൊ അവർക്ക് ടൈം കൊടുത്തിട്ടുണ്ടാവും അവരുടെ ഡ്യൂട്ടിക്ക്. ആ ഡ്യൂട്ടി ടൈമിൽ അറ്റ്ലീസ്റ്റ് വൺസ്, അറ്റ്ലീസ്റ്റ് ആണ് എത്ര തവണ, ഇപ്പൊ കേസസ് കൂടുതലുണ്ട്, ഡെലിവറി കേസസ് കൂടുതലുണ്ടെങ്കിൽ ആ വൺസ് എന്നുള്ളത് അതിനനുസരിച്ച് കൂടും. ഓക്കെ, കണക്ഷൻ പോവുകയാണല്ലോ.
എന്തോ കണക്ഷൻ ഇഷ്യൂ. ഓക്കെ, നമ്മൾ എവിടെ വരെ പറയാം? നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെ, അവരുടെ ഷിഫ്റ്റില് ഒരു പ്രാവശ്യമെങ്കിലും വരണം. അല്ലെങ്കിൽ ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്തതാ, കേസസ് കൂടുതലുണ്ട്, അഡ്മിഷൻ കൂടുതലുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരുടെ ആ വൺസ് ഇൻ എ ഷിഫ്റ്റ് എന്നുള്ളത് 8 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെ ഷിഫ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ കേസസ് കൂടുതലാണെങ്കിൽ അവർ വരണം. ആഡ് ചെയ്താണ് എക്സ്ട്രാ. അതൊക്കെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാവുന്നതാണ്. The supervisors should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. സൂപ്പർവൈസറുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റോക്ക്, ആവശ്യത്തിനുള്ള ഫെസിലിറ്റിയും സപ്ലൈസും മെറ്റീരിയൽസും എല്ലാം ആവശ്യമാണ്. മെഡിസിൻസ് ആയിട്ടാണെങ്കിലും നോൺ മെഡിക്കൽ സാധനങ്ങളായിട്ടാണെങ്കിലും ഈവൻ ചെറിയൊരു ബ്ലേഡ് തുടങ്ങി എല്ലാ കാര്യങ്ങളും, സിസേഴ്സ്, ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാക്കി എല്ലാം ആവശ്യം. പിന്നെ കോട്ടൺ, ബാൻഡേജ്, അങ്ങനെ എന്തെല്ലാമാണോ ആവശ്യം ആ സപ്ലൈസ് എല്ലാം കറക്റ്റ് ആയിട്ട് ആവശ്യത്തിലുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസർ ചെക്ക് ചെയ്യും. പിന്നെ ശരിയായ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാമാണോ അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കുന്നുണ്ടോ, ഉണക്കി സൂക്ഷിക്കേണ്ടതാണെങ്കിൽ ഉണക്കി സൂക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. എവറി മന്ത് എ ലേബർ റൂം പ്രാക്ടീസ് റിവ്യൂ മീറ്റിംഗ് should be arranged at each facility where all staff involved in care in the labor room should take part. അപ്പൊ എല്ലാ മാസവും അവര് ഒരു റിവ്യൂ മീറ്റിംഗ് വെക്കും. അപ്പൊ ഈ ലേബർ റൂമിലെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആയിട്ട് മെഡിക്കലും അതുപോലെ തന്നെ നോൺ മെഡിക്കൽ സ്റ്റാഫ്സും ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റാഫിനെ എല്ലാരെയും കൂടെ വെച്ചിട്ട് ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തും. ഒരു ഫീഡ്ബാക്ക് എടുക്കും. ഒരു മാസത്തെ ആണെങ്കിൽ കഴിഞ്ഞ മാസം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ, ഏതെങ്കിലും കേസ് വന്നപ്പോ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തോ, അങ്ങനെ രീതിയിൽ അവർ ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തും. They should ponder on ways to improve the quality. എപ്പോഴും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും കൂടുതൽ ഡിസ്കഷൻ വരുന്നത് ഇൻ ദ ലേബർ റൂം. പിന്നെ ഫീഡ്ബാക്ക്, സപ്പോർട്ടീവ് സൂപ്പർവിസേഷനുള്ള ഫീഡ്ബാക്ക് ഷുഡ് ഓൾസോ ബി ഷെയർഡ്. പലരുടെയും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യും. പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളോ അങ്ങനെ അവരുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും കാര്യങ്ങളോ അവിടെ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യും. റിവ്യൂ മീറ്റിംഗ്സ് നടത്തും. Labor room should thus provide standardized and high quality services during childbirth. Control of infection and safety are also during childbirth. Control of infection and safety are also vital factors looked in the labor room. ലേബർ റൂം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യണം ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് ആണ് നടക്കുന്ന യൂണിറ്റ് ആണല്ലോ ലേബർ റൂം എന്ന് പറയുന്നത് മെയിൻലി. അപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സർവീസും പ്രൊവൈഡ് ചെയ്യണമെന്ന് ഉറപ്പാക്കണം. പിന്നെ കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ, ചെറിയൊരു ബേബി പുറത്തേക്ക് വരുവാണ്, നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാൻ സമയമെടുക്കും. അപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. ലേബർ റൂമിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ കൺട്രോൾ ഓഫ് ഇൻഫെക്ഷനും സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ന്യൂ ബോൺ ബേബീനെ എങ്ങനെ കെയർ ചെയ്യാം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, പിന്നെ ലേബർ റൂമിലേക്ക് ആർക്കൊക്കെ എൻട്രി ഉണ്ട്, ആർക്ക് റെസ്ട്രിക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഷോർട്ട് ടൈമിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്, പിന്നെ ഇതിന് വേണ്ടിയിട്ട് ലേബർ റൂമിൽ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രോട്ടോകോൾസ് അതെല്ലാം എന്തായിരുന്നു, പിന്നെ ഇതിന്റെ സൂപ്പർവിഷൻ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനും കെയറിനുമുള്ള സൂപ്പർവിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഏതെല്ലാം ലെവലില് സൂപ്പർവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സൂപ്പർവൈസർ ഉണ്ടെന്ന് പറഞ്ഞു, ജസ്റ്റ് ചെക്ക് ചെയ്ത് സൈൻ ചെയ്തിട്ട് പോകും. പിന്നെ സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ് ഇവിടെ ആവശ്യത്തിന് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടോ, സപ്ലൈസ് ഉണ്ടോ, മെറ്റീരിയൽസ് ഉണ്ടോ, പ്രോപ്പർ ആയിട്ടാണോ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയറും ക്ലീനിങ്ങും എല്ലാം നടക്കുന്നത്,
ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് പ്രോപ്പർ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഒരു ഫെസിലിറ്റി ഇൻചാർജ് ഉണ്ട്. ഫെസിലിറ്റി ഇൻചാർജ് ലേബർ റൂം ആഴ്ചയിൽ 2 തവണ വിസിറ്റ് ചെയ്യും. അത് നിർബന്ധമായിട്ടും ആ 2 തവണ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ലേബർ റൂമിന് പറയുന്ന വേറൊരു പേരാണ് OBG. OBG എന്ന് പറഞ്ഞാൽ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, അല്ലെങ്കിൽ MU, മുൻകാലത്ത് മിഡ് വൈഫറി യൂണിറ്റ്. അതിന്റെ ഒരു ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ലേബർ റൂം ദിവസം 2 തവണ വിസിറ്റ് ചെയ്യണം. പിന്നെ എമർജൻസി കേസസ് വന്നാൽ അവരെ കോള് പോവുകയും ചെയ്യും. പിന്നെ നഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസർ ഷിഫ്റ്റിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ കേസസിന്റെ നമ്പർ കൂടുതലാണെങ്കിൽ അവര് മെനി ടൈംസ് വിസിറ്റ് ചെയ്യും. പിന്നെ ഒരു റിവ്യൂ മീറ്റിംഗ് എല്ലാ മാസവും അവർ നടത്തും. പ്രീവിയസ് മന്തിലെ ഫീഡ്ബാക്കും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായോ, അങ്ങനെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് എല്ലാ എംപ്ലോയീസും, ലേബർ റൂമിന്റെ ഡ്യൂട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസുമായിട്ട് ഉള്ള ഒരു റിവ്യൂ മീറ്റിംഗ് വെക്കും. പിന്നെ ലേബർ റൂം അങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡ് ഹൈ ക്വാളിറ്റി സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് ആയതുകൊണ്ട് ഇൻഫെക്ഷൻ കൺട്രോളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടന്റ്. ക്ലിയർ ആയില്ലേ? അതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ തീരുവാണ് കേട്ടോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. ചൈൽഡ് ബർത്തും കെയർ ഓഫ് മദറും അതാണ് ലേബർ റൂമിൽ ശരിക്കും അല്ലെ. മിഡ് വൈഫറി, ഒബ്സ്റ്റട്രിക്സ് അതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൈനക്കോളജി സർവീസസ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീലിംഗ് വിത്ത് ചൈൽഡ് ബർത്ത് ആൻഡ് കെയർ ഓഫ് ദ മദർ. കുട്ടി ഉണ്ടാവുന്നു, ആ കുട്ടിയെ അത്രയും മാസം ശ്രദ്ധിച്ച് അകത്ത് കിടക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുന്നു അല്ലെ ഒരമ്മ. ആ അമ്മയുടെ കെയറും എല്ലാം ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പോ അത്ര സുഖകരമല്ലാത്ത പല വാർത്തകളും കേൾക്കുന്നുണ്ടല്ലേ. കുട്ടി ജനിച്ച് ന്യൂബോൺ ബേബി, വളരെ നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നത് പോട്ടെ, ആരെങ്കിലും എടുത്ത് വളർത്തുന്നു വിചാരിക്കാം, അല്ലാതെ ഇതിനെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ട്രിവാൻഡ്രത്ത് ഞാൻ പോയപ്പോ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പോയതാ. അമ്മത്തൊട്ടിലിൽ പോയിരുന്നു. അവിടുത്തെ കുട്ടികളുമായിട്ട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അമ്മത്തൊട്ടിലിൽ പോയപ്പോ അമ്മത്തൊട്ടില് കാണാനായിട്ട് പോയേ. നല്ല പ്രൈവസി ഉള്ള ഒരു ഏരിയ അമ്മത്തൊട്ടില്. നമ്മള് മെയിൻ റോഡിൽ നിന്ന് കയറിയിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. അത്രയുമുള്ള ഒരാൾക്കല്ല, നമ്മുടെ ഒരു ടോയ്ലറ്റിന്റെ ഒക്കെ ഒരു ഷേപ്പ് വരുന്നൊരു പോർഷനാണ്. അവിടെ ഒരു തൊട്ടിൽ വെച്ചിട്ടുണ്ട്. തൊട്ടിൽ ഇലക്ട്രിക് ആണ്, ഇലക്ട്രിക് റേഡിലാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറുമ്പോ തന്നെ മെസ്സേജ് വരും, ഇതിലേക്ക് സ്വാഗതം, നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കൂ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കൂ എന്ന് പറഞ്ഞ മെസ്സേജ്. അതായത് കുട്ടിയെ വെക്കാൻ വരുന്ന ആൾക്ക് കൊടുക്കുന്ന മെസ്സേജ് ആണ്. അപ്പൊ ഒന്നുകൂടെ ചിന്തിക്കൂ, ഇനി എന്താ പറയാ, കുട്ടിയെ വെക്കണമെങ്കിൽ തന്നെ അതിൽ വെക്കാം എന്നാണ്. അപ്പൊ അതിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ വോളിലൊന്നും അല്ല വെച്ചിരിക്കണത്, ഈ തൊട്ടിലാണ് വെച്ചിരിക്കണത്. അതായത് കുട്ടിയെ കാണുന്നത് മാത്രം, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വരുന്ന ആളുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്ന രീതിയിൽ ക്യാമറ അവിടെ വെച്ചിട്ടില്ല. കുഞ്ഞിനെ അവിടെ വെക്കുമ്പോ തന്നെ അവിടെ ഓഫീസിൽ അവരുടെ സിസ്റ്റത്തിലേക്ക് മെസ്സേജ് ചെല്ലും. അവര് പെട്ടെന്ന് തന്നെ താഴെ വന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് അത് രീതി. അപ്പം അത് രാത്രി, ഏത് പാതിരാത്രിയാണെങ്കിൽ കൊണ്ടുപോയേക്കും. ഞാൻ ആലോചിക്കുന്ന ഈ ആൾക്കാരെ ഉപേക്ഷിക്കണതും വലിച്ചെറിഞ്ഞ് കളയുന്നതൊക്കെ അവിടെ കൊണ്ടുവച്ചാൽ പോരെ. അവിടെ കയറിയിട്ട് കുഞ്ഞുങ്ങളെ കണ്ടു, മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങളും ഉണ്ട്, അല്ലാതെ സ്കൂളിൽ പോകുന്ന 5 വയസ്സ് 12 വയസ്സ് മാക്സിമം ആണ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ കണ്ടത്. അങ്ങനെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. 5 വയസ്സ് കഴിയുമ്പോൾ 2 പേരുടെ കെയർ ഹോംസ് രണ്ടാക്കും, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും. ന്യൂ ബോൺ ബേബീസിനെയൊക്കെ അവരെ കെയർ ചെയ്യണ കാരണം ഓരോ കുട്ടിക്കും ഓരോ കെയർ ഗിവറായിട്ട് അത്രയ്ക്ക് ഹൈജീനായിട്ട് നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ സമ്മതിക്കില്ല. അത്രയും കുഞ്ഞു ബേബീസിന് വരെ നമ്മൾ അത്രയും റെസ്പെക്ട് കൊടുക്കണം. അവരുടെ ഐഡന്റിറ്റി പുറത്തു വിടില്ല. പിന്നെ നമുക്ക് അവിടുന്ന് അവരെ ഇത് ചെയ്യാം. കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കണക്ഷൻ ഇഷ്യൂ. സാധാരണ വൈകിട്ട് ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നതാ പോവാറ്. അപ്പൊ അങ്ങനെ അതിനകത്ത് നമുക്ക് ദത്തെടുക്കാം, അഡോപ്റ്റ് ചെയ്യാം കുട്ടികളെ. അത് ഈവൻ കുട്ടികളുള്ളവര് വരെ ദത്തെടുക്കുന്നുണ്ട്. ഇപ്പം ആദ്യത്തെ 2 ആൺകുട്ടികളാണെങ്കിൽ ഒരു പെൺകുഞ്ഞ് വേണം, അല്ലെങ്കിൽ മൂന്നാമതൊരു കുഞ്ഞും കൂടെ വേണം. അങ്ങനെ കുട്ടികൾ ഉണ്ടാകാതെ മൂന്നാമത് ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളവര് എടുക്കാം. അപ്പൊ അതിന് ബാക്കിയുള്ള ഓർഫനേജിലുള്ളത് പോലെ ഡിമാൻഡ്സ് ഒന്നുമില്ല.
ലൈക്ക് ആ ഒരു കുഞ്ഞിനെ വളർത്താൻ പറ്റുന്ന നമ്മളുടെ ആനുവൽ ഇൻകം, അതാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ നല്ലൊരു, ഞങ്ങൾ ചെന്നപ്പോൾ മിക്ക ന്യൂ ബോൺ ബേബീസും ഓൾറെഡി ഓപ്ഷൻ ആയി കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? ആംബുലൻസ് സർവീസ് തുടങ്ങി വെക്കാം. ഞാനിന്ന് 1 hour എടുക്കുള്ളൂ. ഇത്തിരി കണക്ഷൻ ഇഷ്യൂ ആയത് കാരണം ഞാനൊരു 1:15 വരെയും ചിലപ്പോൾ എടുത്ത് പറ്റും കേട്ടോ. കണക്ഷൻ ഇഷ്യൂ ആയിരുന്നല്ലോ. അപ്പൊ ഇത് ഞാനൊന്ന്, ഇതിന് സംശയമൊന്നുമില്ലല്ലോ ലേബർ റൂം സർവീസ്? ഓക്കെ ആണോ? വായിച്ചു നോക്കണേ, നല്ലപോലെ വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഇത് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ഷെയറിംഗ്. നെക്സ്റ്റ് ചാപ്റ്റർ ആംബുലൻസ് സർവീസസ്. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ ആംബുലൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ആംബുലൻസ് ഭയങ്കരമായിട്ട് ശബ്ദം, ബസർ കേൾക്കാം, പിന്നെ ലൈറ്റ് ബീക്കൺ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ട് പോകുന്ന കാണാം. ചില സമയത്ത് ലൈറ്റ് ഇല്ലാതെ പോകുമ്പോൾ നമുക്കറിയാം ആരോ ഡെത്ത്, അല്ലെങ്കിൽ വെറുതെ പോകുന്നതായിരിക്കും അങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ ഡെഡ് ബോഡി കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഏതെങ്കിലും എമർജൻസി ആണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാവും, ഭയങ്കര സ്പീഡായിരിക്കും, റോഡൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ ആംബുലൻസ് ഒരു മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ് which transports patients to treatment facilities such as hospital. പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് എത്തിക്കുന്ന ഒരു മെഡിക്കലി അറേഞ്ച്ഡ്, അതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ആംബുലൻസ്. ഇപ്പൊ പേഷ്യന്റിനെ വെറുതെ മൂവ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എമർജൻസി ഫോൺ വരുന്നു ഇന്ന പ്രോബ്ലം ആണ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നേഴ്സ് ഉണ്ടാവും, അതില് ഓക്സിജൻ ഉണ്ടായിരിക്കും, അത്യാവശ്യത്തിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാം, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള അങ്ങനെയും ആംബുലൻസ് ഉണ്ട്. നമ്മൾ ഇനി പഠിക്കും ടൈപ്പ് ഓഫ് ആംബുലൻസ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, പേഷ്യന്റ് ബെഡ് റിട്ടൺ ആണ്, മീൻസ് ഇരുത്തി കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ ആകുമ്പോൾ ആംബുലൻസ് വീട്ടിലെത്തിക്കേണ്ട, അങ്ങനത്തെ അതിനും ആംബുലൻസ് യൂസ് ചെയ്യും. പേഷ്യന്റ് ഡെത്തായി അങ്ങനെ വരുമ്പോഴും പേഷ്യന്റിനെ വീട്ടിലെത്തിക്കാൻ ആംബുലൻസ് യൂസ് ചെയ്യും. Typically, out of hospital medical care is given to the patient during the transport. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊണ്ടുപോകുന്ന വഴി പേഷ്യന്റ് കെയർ എന്തെങ്കിലും കൊടുക്കണം, അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റിയും ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റലിന്റെ പുറത്ത് ഉള്ള മെഡിക്കൽ കെയർ, ചിലപ്പോൾ ഈ സിറ്റുവേഷൻ ഇതാണെന്ന് പറയുമ്പോൾ നഴ്സിനെയും അതിനുള്ള ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്തുള്ള ആംബുലൻസ് ആയിരിക്കും ഇടുന്നത്. Ambulance are used to react to medical emergencies by emergency medical services. എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വരുമ്പോൾ എമർജൻസി മെഡിക്കൽ സർവീസസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു ആക്സിഡന്റ് നടന്നു, മാസ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു, ഒരു ബസ് ആക്സിഡന്റോ, കുറെ പേർക്ക് പരിക്ക് പറ്റി. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടിട്ടില്ല ഞാൻ, ഫോറിൻ കൺട്രീസിൽ ആംബുലൻസ് ബസ് എന്നും പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ പേഷ്യൻസിനെ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ആംബുലൻസ് ബസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ചെറിയ വാനുകളുണ്ട്, കുറച്ചുകൂടെ വലിയ വാൻ അവൈലബിൾ ആണ് അല്ലെ. ദേ ക്യാൻ സ്വിഫ്റ്റ്ലി ട്രാൻസ്പോർട്ട്, സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് paramedics and other first responders to the scene, carry equipment for administering emergency care and transport patients to hospital or other definitive care. ഇത് കുറച്ചു മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഒരു ബസ് ആക്സിഡന്റ് നടന്ന സ്ഥലമാണ്, അപ്പൊ അങ്ങനെ ആക്സിഡന്റ് ആകുമ്പോൾ വൂൺസ് ഉണ്ടാവും അല്ലെ, നിറയെ ബ്ലഡ് ലോസ് സംഭവിച്ചിട്ടുണ്ടാവും, പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അപ്പൊ ആ ഒരു സമയത്ത് എന്തെല്ലാം കെയർ കൊടുക്കണം, ആ രീതിയിൽ ഫെസിലിറ്റിയോടുകൂടി എക്യുപ്മെന്റോടുകൂടി ആ എമർജൻസി കെയർ സ്പോട്ടിലേക്ക് എത്തുന്ന ഒരു ട്രാൻസ്പോർട്ട് സംവിധാനമാണ് ഈ ആംബുലൻസ്. അങ്ങനെ പോകുമ്പോൾ വേണ്ടുന്ന പാരാമെഡിക്സ്, അതുപോലെ തന്നെ അതർ സ്റ്റാഫ്, അതിലേക്ക് വേണ്ടുന്ന പ്രൊഫഷണൽസ് ആരെങ്കിലും വേണമെങ്കിൽ അവരെയും കൊണ്ടുപോയി അവരെ ഹോസ്പിറ്റലിലേക്കോ അതല്ലെങ്കിൽ അതുപോലെ കെയർ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ ആംബുലൻസ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്. ആംബുലേർ എന്നാണ് ലാറ്റിൻ വേർഡ്. അതിന്റെ മീനിങ് ടു വാക്ക് ഓർ മൂവ് അബൌട്ട്. അതിന്റെ ആംബുലേർ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തത്. മീനിങ് ടു വാക്ക് ഓർ മൂവ് അബൌട്ട്. കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ആംബുലേർ ലാറ്റിൻ വേർഡ് ആണ്, അതിൽ നിന്നാണ് ആംബുലൻസ് ഉണ്ടായത്. അപ്പം വിച്ച് ഇസ് റെഫറൻസ് ടു എയർലി മെഡിക്കൽ കെയർ, ആദ്യം കൊടുക്കുന്ന ഒരു മെഡിക്കൽ കെയർ വെയർ പേഷ്യൻസ് വെയർ ക്യാരിഡ് ബൈ ലിഫ്റ്റിംഗ് ഓർ പേഷ്യൻസിന്, അതായത് പേഷ്യൻസിന് വാക്കബിൾ ആയിട്ടുള്ള പേഷ്യൻസ് അല്ല, അവരെ നമ്മൾ ക്യാരി ചെയ്തോ വീൽ ചെയറിലോ എല്ലാം കൊണ്ടുവരുന്ന ടൈപ്പിലുള്ള പേഷ്യൻസിന് കെയർ, മെഡിക്കൽ കെയർ കൊടുക്കാനുള്ള ഒരു സംവിധാനം, ഒരു ട്രാൻസ്പോർട്ട് എമർജൻസി കെയർ ആണ് ആംബുലൻസ്. പല ടൈപ്പ് ആംബുലൻസ് ഉണ്ട്. 3 ടൈപ്പ് മെയിൻ ആയിട്ട് നമ്മൾ പറയാം. റോഡ് ഗോയിങ് ആംബുലൻസ്, മെയിൻ ആയിട്ട് വാൻ, മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ്. നമ്മളുടെ ഇവിടെ മോട്ടോർ സൈക്കിളും ബൈസൈക്കിളും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, അപ്പൊ അതിന്റെ ഇമേജ് കാണാനായിട്ട് പറ്റും. ഈ നോർത്തിൽ എങ്ങാണ്ട് ഒത്തിരി റിമോട്ട് ഏരിയയില്, ജസ്റ്റ് ഒന്ന് വായിച്ചൊരു ഓർമ്മയാണ്, റിമോട്ട് ഏരിയയില് പെട്ടെന്ന് ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റല് ദൂരെയായിരിക്കും, ഇവർക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ല. അങ്ങനെ ഒരു പയ്യൻ അവന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായി, അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടി. റിമോട്ട് ഒരു ഏതോ കുഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം വളരെ കൂടുതലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അമ്മ എത്തിക്കാൻ പറ്റി, അമ്മ ഡെത്തായി. അങ്ങനെ വന്നപ്പോ സ്വന്തം അമ്മയുടെ ഇത് മറ്റുള്ളവർക്ക് ആർക്കും, മറ്റ് അമ്മമാർക്കോ അല്ലാതെ ആർക്കും വരരുതെന്നും കരുതി ഈ ബൈക്കില് ആളെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊരു അറേഞ്ച് ചെയ്തു, കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എന്തോ വെച്ച് കെട്ടി അങ്ങനെ അറേഞ്ച് ചെയ്തു. അതാണ് ഈ മോട്ടോർ സൈക്കിൾ ബൈസൈക്കിൾ ആംബുലൻസ്, റോഡ് ഗോയിങ് ആംബുലൻസ് പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ കൽക്കട്ടയിൽ എവിടെയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. നമുക്കിവിടെ നമ്മൾ പൊതുവെ കണ്ടിരിക്കുന്നത് ആംബുലൻസ് വാനാണ് അല്ലെ. ആംബുലൻസ് ബസ്സും അവൈലബിൾ ആണ്. പിന്നെ എയർ ഗോയിങ് ആംബുലൻസ്, ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ്, പെട്ടെന്ന് പേഷ്യൻസിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എയർ ഗോയിങ് ആംബുലൻസും ഉണ്ട്. പിന്നെ വാട്ടർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്, ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സ്, അങ്ങനെ. അതിനെല്ലാം ഫെസിലിറ്റി ഉണ്ടാവും, മെഡിക്കൽ കെയർ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിട്ട്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ആംബുലൻസ് വാൻസ്. പിന്നെ അത് ടൈപ്പ് അനുസരിച്ച്, ടൈപ്സ് അനുസരിച്ച്, പിന്നെ ഇതിന്റെ വർക്കിംഗ് അനുസരിച്ച് ആംബുലൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. കൺഫ്യൂഷൻസ് ഉണ്ടോ? കാരണം ഈ മോട്ടോർ സൈക്കിളൊക്കെ നമ്മളുടെ ഇവിടെ കോമൺ ഒന്നും അല്ല, പക്ഷെ കൽക്കട്ടയിലാണെന്നാണ് ഒരു ഓർമ്മ. അങ്ങനെ ഒരു പയ്യൻ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, സുഖമില്ലാത്ത ആൾക്കാരെ അതിലാക്കി. അതാകുമ്പോൾ റോഡ് ബ്ലോക്കിന്റെ വലിയ പ്രശ്നം വരില്ലല്ലോ, മോട്ടോർ സൈക്കിൾ അല്ലേ. അങ്ങനെ സ്വന്തം എക്സ്പീരിയൻസ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്, അങ്ങനെ എന്തോ ഞാൻ വായിച്ചിരുന്നു. നിങ്ങൾ നോക്കിയാൽ അതിന്റെ പിക്ചർ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ആംബുലൻസിന്റെ വർക്കിംഗ് അനുസരിച്ച് ആംബുലൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് അടുത്തത്. ഫസ്റ്റ് വൺ, എമർജൻസി ആംബുലൻസ്. ഇതാണ് മോസ്റ്റ് കോമൺ മോഡ് അല്ലെങ്കിൽ യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് വിച്ച് ഗീവ്സ്. ആംബുലൻസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താ, എമർജൻസി സിറ്റുവേഷനിലുള്ള ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അല്ലെ, ഒരു വണ്ടി എമർജൻസി സമയത്ത് വരുന്നത്. വിച്ച് ഗീവ്സ് കെയർ ടു പേഷ്യൻസ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സോ അല്ലെങ്കിൽ മുറിവോ എന്തെങ്കിലും പറ്റുന്ന ഒരു പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ കെയർ കൊടുക്കുന്നു, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ കെയർ കൊടുക്കുന്നു. ദീസ് ക്യാൻ ബി റോഡ് ഗോയിങ് വാൻസ്. അത് നമ്മൾക്കിവിടെ ഉള്ളത് പോലെ റോഡ് ഗോയിങ് വാൻ ആവാം, വാട്ടറിലൂടെ ആണെങ്കിൽ ബോട്ട് ആകാം, എയറിലൂടെ ആണെങ്കിൽ ഹെലികോപ്റ്റേഴ്സ് ആകാം, ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ് നോൺ ആസ് എയർ ആംബുലൻസസ്. ഇപ്പം ഒരു എയ്റോപ്ലെയിൻ അല്ലാതെ ഉള്ള എയർക്രാഫ്റ്റുകളില്ലേ, ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ളത് എയർ ആംബുലൻസസ് എന്നത്, അത് വരാം. പിന്നെ ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് സച്ച് ആസ് ഗോൾഫ് കാർട്സ്. ചില സമയത്ത് എമർജൻസി വരുമ്പോൾ ആവശ്യത്തിന് നമ്പർ ഓഫ് ആംബുലൻസ് കിട്ടിയില്ലെന്ന് വിചാരിക്കാം. ആ സമയത്ത് ചില വെഹിക്കിളിനെ ആംബുലൻസിന്റെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഗോൾഫ് കാർട്ട്, ഗോൾഫിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഗോൾഫ് കാർട്ട് ഉണ്ട്, ഇങ്ങനെ ഒരു ചെറിയൊരു വണ്ടി, സൈഡിലൊരു ഇങ്ങനെ കുറെ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന
ഗോൾഫ് സ്റ്റിക്ക് ബോളും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും. അതിലൊരു ആളെ പേഷ്യന്റിനെ കിടത്തുകയൊക്കെ ചെയ്യാറ്. അങ്ങനെ കൺവേർട്ടഡ് വെഹിക്കിൾസ്, എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ വെഹിക്കിൾസിനെ കൺവേർട്ട് ചെയ്യും ഗോൾഫ് കാർട്ടായിട്ട്. അതെല്ലാമാണ് എമർജൻസി ആംബുലൻസ് എന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഒരു ആംബുലൻസ് സർവീസ്, എമർജൻസി കെയർ സുഖമില്ലാത്ത പേഷ്യന്റിന് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും, എയറിലൂടെ ആകാം, വാട്ടറിലൂടെ ആകാം, റോഡിലൂടെ ആകാം, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ ഈ കുറവ് ആംബുലൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും വെഹിക്കിളിനെ കൺവേർട്ട് ചെയ്യും. എക്സാമ്പിൾ ഗോൾഫ് കാർട്ട് കൺവേർട്ട് ചെയ്ത ആംബുലൻസ്. നെക്സ്റ്റ് വൺ, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൂടുതൽ ഫെസിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പേഷ്യന്റിനെ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു, ഫ്രം ഓർ ബിറ്റ്വീൻ ലൊക്കേഷൻ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ ഓർ ഡയാലിസിസ് സെന്റർ ഫോർ നോൺ അർജന്റ് കെയർ. ദിസ് ക്യാൻ ബി വാൻസ്, ബസസ് ഓർ അതർ വെഹിക്കിൾസ്. എന്റെ ഒരു റിലേറ്റീവിന്റെ അമ്മ ഓൾമോസ്റ്റ് ബെറ്റർ ഇടുന്ന, അപ്പൊ അതൊക്കെ മൂവ് ചെയ്യുള്ളൂ. പക്ഷെ ഇവർക്ക് ആ ഒരു എന്താ പറയാ, ചേച്ചിയുടെ ESI ബെനിഫിറ്റ് കിട്ടുന്നത് കാരണം ഈ പേഷ്യന്റ് അവിടെ കൊണ്ടു ചെന്നാലാണ് അവര് ആ മെഡിസിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുള്ളൂ. അങ്ങനെ പറഞ്ഞു നോക്കിയിട്ടൊന്നും അവര് സമ്മതിച്ചില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ അവർ ഇതുപോലെ ആംബുലൻസിന്റെ അവിടെ എത്തിക്കും, എന്നിട്ട് മെഡിസിൻ വാങ്ങിച്ചിട്ട് ആംബുലൻസ് തിരിച്ചു. അങ്ങനെ പേഷ്യന്റ് സപ്പോർട്ട് ആംബുലൻസുകളുണ്ട്. ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസിനെ, മെഡിക്കൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാനാണ് ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ഇത് വാൻ ആകാം, ബസ് ആകാം, അതർ വെഹിക്കിൾസ് ആകാം. ഇത് ജനറലി ആണ് കേട്ടോ പറയുന്നത്. നമ്മളുടെ ഇവിടെ നമ്മൾ കൂടുതലും വാനാണ് കണ്ടിരിക്കുന്നത്. അത് പല വലിപ്പത്തിലുള്ള വാനുണ്ട്. സാധാരണ ഓമ്നി, മാരുതി ഓമ്നിയിലൊക്കെ കൊണ്ടുപോകുന്നതാണ്, ഇപ്പോ ഉള്ള ചെറിയൊരു വാനിൽ കൊണ്ടുപോകുന്നതാണ്. പിന്നെ വലിയ ട്രാവലർ പോലുള്ള വാൻ ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എമർജൻസി ആംബുലൻസ്. എന്താണോ കേസ്, എന്താണോ എമർജൻസി കണ്ടീഷൻ, എന്താണോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്, ആ ഒരു സമയത്ത് പേഷ്യന്റിന് വേണ്ടുന്ന കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ക്യാമ്പ് ഒക്കെ നടക്കുമ്പോൾ അവിടെ ആംബുലൻസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും പേഷ്യൻസിനെ എന്തെങ്കിലും എമർജൻസി കെയർ അതിനകത്ത് ആംബുലൻസിൽ അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെ ചില ആൾക്കാർ ചില ഫംഗ്ഷൻസ് നടത്തുമ്പോൾ, വലിയ സെലിബ്രിറ്റികളൊക്കെ ഫംഗ്ഷൻ നടത്തുമ്പോൾ ആംബുലൻസ് ഒക്കെ റെഡിയാക്കി വെക്കും. പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ആ എമർജൻസി സിറ്റുവേഷനിൽ ആംബുലൻസിൽ ആളെ മൂവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളാവുമ്പോഴും, ചില വലിയ VIP-കളുടെ മാരേജ് ഫംഗ്ഷനിലൊക്കെ ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ റെഡിയാക്കി വെക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എമർജൻസി ആംബുലൻസ് അങ്ങനെയുണ്ട്. എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഏത് മീൻസിലൂടെ, റോഡാകാം, വാട്ടർ ആകാം, എയർ ആകാം. ചില സമയത്ത് എമർജൻസി സിറ്റുവേഷൻ കൂടുതലാണെങ്കിൽ വെഹിക്കിൾസിനെ കൺവേർട്ട് ചെയ്യും. ഇനി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, പേഷ്യന്റിനെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആംബുലൻസ് യൂസ് ചെയ്യും. ഇപ്പം അഡ്മിറ്റ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഡയഗ്നോസിസിന് ഫെസിലിറ്റി ഇല്ല, അപ്പൊ വേറൊരു സ്ഥലത്ത് ഡയഗ്നോസ് ചെയ്യുന്ന സെന്റർ ഉണ്ട്, അവിടേക്ക് പേഷ്യന്റിന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ പേഷ്യന്റ് ആംബുലൻസിൽ അവിടേക്ക് കൊണ്ടുപോകാം. അതാണ് നെക്സ്റ്റ് വൺ. അടുത്തത് ആംബുലൻസ് ബസ്. ഹ്യൂജ് ആംബുലൻസ് ആണ്. ഒരു ബസ് പോലെ വലുപ്പമുള്ളത്. ടിപ്പിക്കലി ബേസ്ഡ് അപ്പോൺ എ ബസ് ചേസിസ്, ഒരു ബസ് ഫ്രെയിം ആണ്. ഒരു ബസ്സിന്റെ ഷേപ്പ് തന്നെയായിരിക്കും അതിന്. ദാറ്റ് ക്യാൻ മൂവ് ഔട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് എ ഗ്രേറ്റ് നമ്പർ ഓഫ് പേഷ്യൻസ്. കുറേ പേഷ്യൻസിനെ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ഒരു ഫുഡ് പോയ്സണിങ്, മാസ് ഫുഡ് പോയ്സണിങ് നടന്നു, കുറേ പേര് ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആക്സിഡന്റ് നടന്നു, കുറെ പേഷ്യൻസിനെ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് പേഷ്യൻസിനെ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആംബുലൻസ് ബസ്. ഓരോന്നിനും അതിൻ്റെതായ ഫംഗ്ഷൻ അനുസരിച്ചാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ്, ചാരിറ്റി ആംബുലൻസ്. പെക്യൂലിയർ മോഡ് ഓഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. ചാരിറ്റി, ഇതിന് പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് സിക്ക് ചിൽഡ്രൻ ഓർ അഡൽട്സ് ഓൺ ഔട്ടിങ്സ് ഓർ വെക്കേഷൻ അവേ ഫ്രം ഹോസ്പിറ്റൽ. ഇത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സുഖമില്ലാതെ കിടക്കുന്ന കുട്ടികള്, ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് അവർക്കൊരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് അവരെ പുറത്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അഡൽട്സ് ആണെങ്കിലും അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട്
യൂസ് ചെയ്യുന്നതാണ് ചാരിറ്റി ആംബുലൻസസ്. അത് ഏതെങ്കിലും സംഘടന, ട്രസ്റ്റ് അല്ലെങ്കിൽ ചിലര് പേഴ്സണലി അങ്ങനെയൊക്കെ ആയിരിക്കും അത് കൊടുക്കുന്നത്. ചിലപ്പോൾ ഈ പള്ളിയുടെ വക അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോം കെയർ ഉള്ളതൊക്കെ ഹോസ്പൈസസ് ഓർ കെയർ ഹോംസ് വേർ ദേ ആർ ഇൻ ലോങ് ടേം കെയർ. ഇപ്പം പാലിയേറ്റീവ് കെയറിലൊക്കെ ഇപ്പൊ ഡെത്ത് പ്രതീക്ഷിച്ച് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്ന് കിടക്കുന്നവരുണ്ടാവുള്ളൂ. അപ്പൊ അവരെയൊക്കെ പുറത്തു കൊണ്ടുപോകാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. Example include the UK, United Kingdom Jambulance. Jambulance project. Jambulance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ടേക്ക് മെനി പേഷ്യൻസ്, കുറേ പേഷ്യൻസിനെ ഒരുമിച്ച്. നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മളൊരു ബസ്സൊക്കെ ബുക്ക് ചെയ്യില്ലേ, 40 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ കുറേ പേഷ്യൻസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ ജംബുലൻസ് എന്ന് പറയുന്നത്. യുണൈറ്റഡ് കിങ്ഡമിൽ അതിന് പറയുന്ന പേരാണ് ജംബുലൻസ്. ഒരു ബസ് രീതിയിലുള്ളതായിരിക്കും. ദീസ് ആർ കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്. നെക്സ്റ്റ് വൺ ബെറിയാട്രിക് ആംബുലൻസ്. ബെറിയാട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിസിറ്റി, അമിതവണ്ണം, അതിന് പറയുന്നതാണ് ബെറിയാട്രിക്. അപ്പൊ ആ ഒരു സാധാരണ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്നതിലും സൈസുള്ള പേഷ്യൻസ്, ഭയങ്കര ഹെവി വെയിറ്റ്, അങ്ങനെയുള്ള ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനാണ് ബെറിയാട്രിക് ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. എ പെക്യൂലിയർ മോഡ് ഓഫ് patient transport ambulance designed for extremely overweight patients. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും. ആ പേഷ്യന്റ് വെയിറ്റ് താങ്ങുന്ന രീതിയിൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്തുള്ളത്. എക്യുപ്ഡ് വിത്ത് പ്രോപ്പർ ടൂൾസ്, അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർ ടൂൾസും. കാരണം ഈ പേഷ്യന്റിന് ഇപ്പൊ ബെഡ് റിഡൻ ആയിട്ടുള്ള ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റിനെ സ്ലൈഡ് ചെയ്ത് കയറ്റാൻ പറ്റുന്ന, എടുത്ത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അതിന് ആ പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, പേഷ്യന്റിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർ ടൂൾസ് ഒക്കെ ഉള്ള ഒരു ആംബുലൻസ് ആയിരിക്കും ബെറിയാട്രിക് ആംബുലൻസ്. ബെറിയാട്രിക് എന്നുള്ള മീനിങ് തന്നെ ഒബിസിറ്റി ആണ്. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം. പർപ്പസ് അനുസരിച്ച് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ടൈപ്പ് ഓഫ് ആംബുലൻസ്. ഫംഗ്ഷൻ അനുസരിച്ച്, ആംബുലൻസിന്റെ ഉപയോഗം അനുസരിച്ചാണ് ഓരോന്നും പറഞ്ഞത്. 6th വൺ, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ട്രാഫിക് എന്നുള്ള മൂവിയിൽ കണ്ടിട്ടുണ്ട്. കളക്ട്സ് ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം. പാലക്കാട് നിന്ന് ട്രിവാൻഡ്രത്തേക്കാണ് പോകേണ്ടതെന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ഓർഗണുമായിട്ട് പോകാൻ പറ്റുന്ന ആംബുലൻസ് ആണിത്. റാപ്പിഡ്, പെട്ടെന്ന് ഓർഗൻ റിക്കവറി ആംബുലൻസ്. അപ്പം ഇപ്പം ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിക്കുന്നവർ അവരുടെ പാരന്റ്സ് സംഭവിച്ച് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുമല്ലോ. Individuals who have died suddenly from heart attacks, accidents and other emergencies and tried to preserve the organs. ചിലപ്പോൾ അവര് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാന്നല്ലോ എഴുതി കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് മരിക്കുന്ന ആളുകളുടെ ഹാർട്ട്, പല ഭാഗങ്ങൾ, കിഡ്നി, അങ്ങനെയുള്ളതെല്ലാം പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള, ഏറ്റവും സ്പീഡിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സൈക്യാട്രിക് ആംബുലൻസ് ലാസ്റ്റ്. ഇത് ആംബുലം എന്നല്ല, ആംബുലൻസ് എന്ന് കറക്റ്റ് ചെയ്യണേ. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസി. സൈക്യാട്രി റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് വരുവാണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ്. ആ രീതിയിൽ അത് നല്ല രീതിയിൽ ക്ലോസ്ഡ് ഒക്കെ ആയിരിക്കും. വയലന്റ് ആവുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അതിനകത്ത് നല്ല സെക്യൂർ ആയിട്ട്, സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ആംബുലൻസ് ആയിരിക്കും സൈക്യാട്രിക് ആംബുലൻസ്. ആ സെന്റൻസിൽ ആംബുലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ആംബുലൻസ് എന്നാക്കി മാറ്റണേ. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് പേഷ്യൻസ്. അടുത്ത ഒരു പോർഷനും കൂടി എടുത്തിട്ട്, അതായത് ഇപ്പൊ നമ്മൾ ആംബുലൻസിനെ പറ്റി പറഞ്ഞു വരുമായിരുന്നു. ഫസ്റ്റ് നമ്മൾ അതിന്റെ ടൈപ്പ് അനുസരിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? റോഡ് ഗോയിങ് ആംബുലൻസ്, വാൻസ്, മോട്ടോർ സൈക്കിൾ, ബസ്സസ്. അത് ആയിരുന്നു ഫസ്റ്റ് ടൈപ്പ് അനുസരിച്ച് പറഞ്ഞത്. പിന്നെ എയർ ഗോയിങ്, എയറിലൂടെ പോകുന്നത്. അതിന് 3 മീൻസ് ഉണ്ടല്ലോ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന നമ്മുടെ 3 മാർഗങ്ങൾ. ബൈ റോഡിലൂടെ പറ്റുന്നത്, എയറിലൂടെ പറ്റുന്നത്, വാട്ടറിലൂടെ പറ്റുന്നത്. അങ്ങനെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഫംഗ്ഷൻ അനുസരിച്ച്, വർക്കിംഗ് അനുസരിച്ച് 7 ഡിവൈഡ് ചെയ്തതാണ് നമ്മളിപ്പോ പറഞ്ഞത്. 7 ഡിവൈഡ് ചെയ്തത് ഫസ്റ്റ് വൺ പറഞ്ഞത് എമർജൻസി ആംബുലൻസ് ആയിരുന്നു. എമർജൻസി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആംബുലൻസ്. പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ ഇൽനസ്, ഇഞ്ചുറി ഒക്കെ വന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ട് എമർജൻസി. അത് എല്ലാ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്. റോഡ്, വാട്ടർ,
എയർ, അങ്ങനെ എല്ലാ രീതിയിലും ഉണ്ട്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില വെഹിക്കിൾസിനെ കൺവേർട്ട് ചെയ്ത് ആംബുലൻസ് ആക്കും. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റുകൾക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി കൂടിയ സ്ഥലത്തേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത് അത് വാൻ, ബസ്, അതർ വെഹിക്കിൾസ് ഒക്കെ ആയിരിക്കും. നെക്സ്റ്റ് വൺ പറഞ്ഞത് ആംബുലൻസ് ബസ് ആയിരുന്നു. നമ്മളുടെ ഇവിടെ അങ്ങനെ കോമൺ അല്ല, വലിയൊരു ബസ്സായിരിക്കും, കുറെ പേഷ്യൻസിന് ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതി. ട്രാൻസ്ഫർ ഒരു മാസ് അറ്റാക്ക് അല്ലെങ്കിൽ ബേണിംഗ്, തീപ്പൊള്ളലേറ്റു ഒരു ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ ആക്സിഡന്റ് വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഇഞ്ചുറി സംഭവിച്ചത്, അപ്പൊ അവിടെയൊക്കെ അത് യൂസ് ചെയ്യും. ചാരിറ്റി ആംബുലൻസ് എന്ന് ഫ്രീ ആയിട്ട് അത് കൂടുതലായിട്ടും അവര് സിക്ക് ആയിട്ടുള്ള കുട്ടികളെ, അഡൽസിനെ ഒക്കെ പുറത്തു കൊണ്ടുപോകാനും ഡെത്തൊക്കെ അങ്ങനെയൊക്കെ പാലിയേറ്റീവ് കെയറിലോ അതുപോലെയുള്ള കെയർ ഹോംസിലൊക്കെ ഉള്ളവരെ അവർക്കൊരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് അത് ചാരിറ്റി ഏതെങ്കിലും വ്യക്തികളാകാം, ട്രസ്റ്റ് ആകാം, അതായത് റിലീജിയസ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ അവര് കൊടുക്കുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. പിന്നെ അമിത വണ്ണം ഉള്ളവർക്ക് വേണ്ടിയിട്ട് ബെറിയാട്രിക് ആംബുലൻസ്. പിന്നെ അപ്പൊ അതിന് അവര് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ടൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് ഉണ്ട്. ഓർഗൻ ഡൊണേറ്റ് ചെയ്തവരുടെ ഓർഗൻ ഒരു സ്ഥലത്തു നിന്നും ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ സൈക്യാട്രിക് ആംബുലൻസ്, സൈക്യാട്രിക് പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കാൻ. അതാണ് വർക്കിംഗ് അനുസരിച്ച് നമ്മൾ 7 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റോഡ് ആംബുലൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ്. ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താട്ടോ. റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, കൊടുക്കുന്ന കെയർ അനുസരിച്ച് ചിലപ്പോൾ ഒരു സാധാരണ ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിരിക്കാം. അതിനനുസരിച്ച് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ടൈപ്പ് ഫസ്റ്റ് വൺ ടൈപ്പ് എ, ഫോംഡ് ആസ് പെർ CMVR. CMVR എന്ന സെന്റർ മോട്ടോർ വെഹിക്കിൾസ് റൂൾ. ഒരു വണ്ടി റോഡിൽ ഇറക്കണമെങ്കിൽ വെഹിക്കിൾ റൂൾസ് അനുസരിച്ച് വേണം അല്ലെ, അപ്പൊ അങ്ങനെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിന്റെ റൂൾസ് അനുസരിച്ച് ഫോം ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് വൺ ടൈപ്പ് എ. പിന്നെ നോട്ട് ഏബിൾ ടു ക്യാരി പേഷ്യൻസ് ഹു ആർ ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോർസോ ഫേസിങ് അപ്പ്. ഈ ഹൊറിസോണ്ടലി കിടക്കുന്ന പേഷ്യൻസിനെ, അവര് ലൈയിങ് ഹൊറിസോണ്ടലി കിടക്കുന്ന പേഷ്യൻസിനെ ക്യാരി ചെയ്യാനായിട്ട് പറ്റില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഫസ്റ്റ് മെഡിക്കൽ കെയർ കൊടുക്കേണ്ട ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട പേഷ്യൻസിനെ മാത്രമേ ക്യാരി ചെയ്യാനായിട്ട് പറ്റൂ. നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻസൈഡ് വെഹിക്കിൾ. അതായത് വലിയ ഗുരുതര പ്രശ്നമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതല്ല, കാരണം അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ അല്ലായിരിക്കും. അതാണ് ഈ ഒരു നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പേഷ്യൻസിന്, അതായത് ഇപ്പൊ ഇരുന്നും ഒക്കെ പോകാൻ പറ്റുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവര് വാക്ക് കഴിയും, നടക്കാൻ പറ്റും, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണ്, പക്ഷെ ചെറിയ ചെറിയ പരിക്കുകൾ അങ്ങനെ പറ്റിയ പേഷ്യൻസ്. അതാണ് ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ടൈപ്പ് ബി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ഇപ്പൊ കിടത്തി കൊണ്ടുപോകുന്ന രോഗികളെ ഫസ്റ്റ് വണ്ണിൽ പറ്റില്ല. നെക്സ്റ്റ് ടൈപ്പ് ബി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, നോർമലി ക്രൂഡ് ബൈ സ്റ്റാഫ് വിത്ത് ലെസർ ക്വാളിഫിക്കേഷൻ ദാൻ ദ ക്രൂ ഓഫ് ആൻ എമർജൻസി ആംബുലൻസ്. ഇതിലുള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എമർജൻസി ആംബുലൻസിലെ സ്റ്റാഫിന് മെഡിക്കൽ കെയറിനെ പറ്റി ഒരു നോളജ് ഉണ്ടാകും, പക്ഷെ ഇതിനകത്ത് സ്റ്റാഫിന് ലെസർ നോളജ് ആയിരിക്കും, ലെസർ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസ് ടു ഫ്രം ഓർ ബിറ്റ്വീൻ പ്ലേസസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ. മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഡയഗ്നോസിസ് സെന്ററിലേക്കോ അങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഈ ഒരു ടൈപ്പ് ബി പേഷ്യന്റ് ട്രാൻസ്പോർട്ട്. അതിനകത്ത് സ്റ്റാഫിന് ലെസ് ക്വാളിഫിക്കേഷൻ ആയിരിക്കും, അവർ വലിയ ട്രെയിൻഡ് ഒന്നും ആയിരിക്കില്ല, എമർജൻസി അത്രയില്ല, അതുകൊണ്ടാണ്. ടൈപ്പ് സി ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, എ വെഹിക്കിൾ ഡിസൈൻ ഫോർ എഫിഷ്യൻസി ആൻഡ് കംഫർട്ട് ഇൻ ദ വർക്കിംഗ് എൻവയോൺമെന്റ്, suitably equipped and suitable staffed for the transport and treatment of patients. ഇതിലുള്ള പേഷ്യൻസിന് ഇതിലുള്ള സ്റ്റാഫിന് പേഷ്യൻസിന് ഒരു മെഡിക്കൽ കെയർ കൊടുക്കാവുന്ന രീതിയിൽ അവർ ട്രെയിൻഡ് ആയിരിക്കും, ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കും, നല്ല എഫിഷ്യൻസിയും കംഫർട്ടും ആയിരിക്കും, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും. സ്റ്റാഫിന് കുറച്ച് കാര്യങ്ങളെല്ലാം കുറച്ചധികം അറിയും. പിന്നെ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റും അവരുടെ ട്രാൻസ്പോർട്ടും എല്ലാം നടക്കും. പിന്നെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവും എല്ലാം അതിൽ കാണും. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത്
നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോയിങ് എന്നാണ്. ഈ ഒരു മെത്തേഡ് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ലൈക്ക് ആൻ ഓക്സിജൻ സിലിണ്ടർ കാണും, BP മോണിറ്റർ കാണും, സ്റ്റെതസ്കോപ്പ് കാണും. ഇതൊക്കെ മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പേർട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കും ഈ ടൈപ്പ് സിയിൽ ഉണ്ടാവുക. ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര സീരിയസ് അല്ലാതെ ഇരുന്നൊക്കെ പോകാൻ പറ്റുന്ന പേഷ്യൻസ്, കിടക്കുന്ന പേഷ്യൻസിന്റെ മൂവിലേക്ക് പോകില്ല. ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ ടൈപ്പ് എയേക്കാളും കുറച്ചുകൂടെ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷെ അത്ര ട്രെയിൻഡ് ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക, അല്ലാണ്ട് പേഷ്യൻസിന് കെയർ കൊടുക്കേണ്ട അങ്ങനെ സംവിധാനം ഒന്നും ഉണ്ടാവില്ല. ടൈപ്പ് സിയിൽ ഒരു ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആയിരിക്കും, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കും. ആ ഒരു പേഷ്യൻസിന് എന്തെങ്കിലും എമർജൻസി സപ്പോർട്ട് വേണമെങ്കിൽ അതെല്ലാം കൊടുക്കാൻ പറ്റണം. നെക്സ്റ്റ് ടൈപ്പ് ഡി. ടൈപ്പ് ഡി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അപ്പൊ ഇതിലെ ക്രൂ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ മെഡിക്കലി അവർ എക്വിപ്ഡ് ആയിരിക്കും, അവിടുത്തെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ അറിയുമായിരിക്കും. ഭയങ്കരമായ എമർജൻസി കേസസ് വരുവാണെങ്കിലാണ് ടൈപ്പ് ഡി. കാർഡിയാക് കെയർ ആംബുലൻസ് എന്നാണ് ഇതിനെ പറയുന്നത്, കൂടുതലും പറയുന്നത്. വെഹിക്കിൾ ഡിസൈൻ എർഗോണമിക്കലി എന്ന് പറഞ്ഞാൽ കംഫർട്ടിനും എഫിഷ്യൻസിക്കും വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിൾ ആണിത്. equipped and suitably staffed for the transport and treatment of patients requiring invasive care. പെട്ടെന്ന് തന്നെ പേഷ്യൻസിന് വേണ്ടുന്ന എല്ലാ മെഡിക്കൽ കെയറും കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ സ്റ്റാഫ് അത്രയും ട്രെയിൻഡ് ആയിരിക്കും, അതിന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും, ഹാർട്ടിന്റെ കാര്യങ്ങൾ നോക്കാനും അങ്ങനെയൊക്കെ. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ആയിരിക്കും അതിനകത്തുള്ളത്. അപ്പൊ ഹാർട്ട് ബീറ്റ്സ് നിന്ന് പോവുകയാണെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള മെഷീൻ ഉണ്ടാവും. അതാണ് ഡീഫ്രൈബിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ECG മെഷീൻസ് ഉണ്ടാവും, യൂസ് ടു കീപ് എ ചെക്ക് ഓൺ ഹാർട്ട് റേറ്റ് നോക്കാനായിട്ട് ECG അറിയാലോ, ECG നോക്കുന്നത്. പിന്നെ വെന്റിലേറ്റേഴ്സ് കാണും. അപ്പൊ എന്ന് വെച്ചാൽ അത്രയും എക്യുപ്ഡ് ആണ് ഈ ഒരു ആംബുലൻസും, വളരെ എമർജൻസി ക്രിട്ടിക്കൽ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ സിലിണ്ടേഴ്സ്, പൾസ് ഓക്സിമീറ്റർ, പൾസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ചെക്ക് ചെയ്യാനുള്ള, ബ്ലഡിലെ ഇത് ചെക്ക് ചെയ്യാനുള്ള പൾസ് ഓക്സിമീറ്റർ ഉണ്ടാവും. പിന്നെ റീസൈറ്റേഷൻ കിറ്റ്, അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് റെസ്പിറേഷൻ ലങ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ശരിയാക്കി എടുക്കാനുള്ള റീസൈറ്റേഷൻ കിറ്റ് ഉണ്ടായിരിക്കും. പിന്നെ സക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള കഫം, അങ്ങനെ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന, സക്ഷൻ ചെയ്ത് മാറ്റാൻ പറ്റുന്ന മെഷീൻ ഉണ്ടാവും. ശരിക്കും പറഞ്ഞത് കൊച്ചു ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളത്. പിന്നെ നെബുലൈസ്, ആവി പിടിക്കാനുള്ള നെബുലൈസറും BP അപ്പാരറ്റസും എല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് എന്താ പറയാ ആംബുലൻസിനെ നമുക്ക് റോഡ് ആംബുലൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു അതിന്റെ യൂസസ് വെച്ചിട്ട്. അത് എന്താ പറയാ അതിന്റെ എമർജൻസി സിറ്റുവേഷൻസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങൾ ഇത്രയും വരെ ഒന്ന് വായിക്കുക. ഞാൻ എന്താ പറയാ ലേബർ റൂമിലെയും അതുപോലെ തന്നെ ഇതിന്റെയും ഇത്രയും വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും ഷെയർ ചെയ്തിട്ടേക്കാം. ഇന്ന് നാളെ നല്ലപോലെ വായിച്ചതിന് ശേഷം അറ്റൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും നമുക്ക് ഒന്നുകൂടെ ടൈപ്പ് ഓഫ് ആംബുലൻസും ഫംഗ്ഷൻ അനുസരിച്ചും റോഡിലെ ആംബുലൻസ്, ഈ 3 കാറ്റഗറീസ് നമുക്ക് ഒന്നുകൂടെ നാളെ പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ഞാൻ 1.5 മണിക്കൂർ എടുക്കാം കേട്ടോ. നമുക്ക് ഇന്ന് വൈകിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ മിസ്സേ, താങ്ക്സ്.